ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെട്ടിനാട് രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വില്ലേജ് സ്റ്റൈൽ രസമാണ്. ഒരു നാട്ടു രസം എന്ന് പറയും. നാട്ടു സ്റ്റൈൽ രസം തമിഴ് റെസിപ്പിയാണ്. അപ്പം ഞാനിവിടെ 5 തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി, പിന്നെ ഒരു 1/4 പീസ് ജിഞ്ചർ, പിന്നെ ഒരു ഹാൻഡ്ഫുൾ ടാമറിൻഡ്, പിന്നെ ഒരു ഫുൾ ഗാർലിക്, പിന്നെ 20 ചെറിയുള്ളി, പിന്നെ കറി ലീവ്സ് 2 സ്പ്രിഗ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വലിയ ടാമറിൻ ബോൾ അതിലേക്ക് ഇടും, പാത്രത്തിലേക്ക് ഇടും. ഒരു 4 കപ്പ് ചൂടുവെള്ളം അതിലേക്ക് വയ്ക്കുക, പുതിർത്തിട്ട് വയ്ക്കുക. ഈ സമയം നമ്മളൊരു മസാല ഉണ്ടാക്കും. ജീരകം, വറ്റൽമുളക്, പിന്നെ മുഴുവൻമല്ലി 2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് 2 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി ഒരു 1/4 കഷ്ണം, 20 അല്ലി വെളുത്തുള്ളി, പിന്നെ 20 ചെറിയുള്ളി, പിന്നെ കറി ലീവ്സ് 2 കൊളുന്ത്. ഇത്രയും കോഴ്സ് പേസ്റ്റായിട്ട് എടുക്കുക. അധികം പേസ്റ്റ് ആക്കാൻ പാടില്ല. ഒരു പൾസ് മോഡിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ പുളി നന്നായിട്ട് കൈകൊണ്ട് പിഴിയണം. ഇത് ചൂട് കൂടിയോണ്ട് ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് ചെയ്തത്. കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോ തക്കാളിയും കൈകൊണ്ട് പിഴിഞ്ഞിട്ട് എടുക്കണം. ഹാൻഡ് ക്രഷ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒരു അടി അടിച്ചാൽ മതി. അധികം ഇതാവരുത്, ജ്യൂസ് പോലെ ആവരുത്. അതുകൊണ്ടൊക്കെ ഹാൻഡ് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. തിക്ക് രസം വേണമെങ്കിൽ 5 എണ്ണം യൂസ് ചെയ്യുക. തിൻ രസം വേണമെങ്കിൽ 2 തക്കാളി യൂസ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. തിക്കായിട്ടുള്ള രസം വേണമെങ്കിൽ 5 തക്കാളി യൂസ് ചെയ്തോളാം, ഇല്ലെങ്കിൽ 2 എണ്ണം മതിയാവും. എന്നിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് പിന്നെയും നന്നായിട്ട് തക്കാളിയും പുളിവെള്ളത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ അവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് വയ്ക്കുക. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് ഈ നമ്മളുടെ തക്കാളി പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആദ്യത്തെ തിള വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല അതിലേക്ക് ആഡ് ചെയ്യും. മിനിമം 1 ടേബിൾ സ്പൂൺ മസാല ആഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര എരിവ് വേണം, എത്ര തിക്നെസ് വേണം എന്നുള്ള, തിക്നെസ് അല്ല, എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ മുഴുവൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. 10-15 മിനിറ്റ് നമ്മളുടെ തക്കാളി ഒക്കെ നന്നായിട്ട് വേവണ വരെ, പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ട് തീ ഓഫാക്കാം. നമുക്ക് ഇത് ടെമ്പറിങ് റെഡിയാക്കാം. അതിനായിട്ട് 1 സ്പൂൺ എണ്ണ, ജീരകം, കടുക്, വറ്റൽമുളക്, പിന്നെ കായപ്പൊടി, പിന്നെ കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ടെമ്പറിങ് റെഡിയാക്കുക. എന്നിട്ട് നമ്മുടെ രസത്തിലേക്ക് അത് ചേർക്കുക, ടെമ്പറിങ്. അപ്പോൾ നമ്മുടെ രസം റെഡിയായി. ഇതാണ് ചെട്ടിനാട് വില്ലേജ് സ്റ്റൈൽ രസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല ടേസ്റ്റി രസമാണ്. എസ്പെഷ്യലി ഈ വിൻ്റർ ടൈമിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കോൾഡിനും ഫ്ലൂവിനൊക്കെ നല്ലതാണ്. ഇത് നല്ല ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഒരു പൊരിയൽ, എന്തെങ്കിലും ഒരു വറവ്, അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത്, അതിൻ്റെ കൂടെ ഒക്കെ കൂട്ടിയിട്ട് ഈ രസം മാത്രം മതി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
Thank you for watching. Please like, share, comment and subscribe. Thank you.